ദ വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് അല്ലെങ്കിൽ മിസ്ലേനിയസ് സർവീസസിനെ കുറിച്ചാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓൾറെഡി നമ്മൾ പ്രൈമറി ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞു. ഇനി സെക്കൻഡറി ഫങ്ഷൻസിലെ ഏജൻസി സർവീസസിന്റെ ക്ലാസ് കഴിഞ്ഞ ദിവസം എടുത്തു. ഇനി അടുത്തത് എടുക്കുന്നതാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ഒക്കെ സെക്കൻഡറി ഫങ്ഷൻസ് ആണ് കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സെക്കൻഡറി ഫങ്ഷൻസിൽ വരുന്നതാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആർ പ്രൊവൈഡഡ് ടു ദ പബ്ലിക് ആസ് വെൽ ആസ് ഇറ്റ്സ് കസ്റ്റമർ. എന്താ പറയുന്നത്? പബ്ലിക്കിനും കസ്റ്റമേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? ജനറൽ യൂട്ടിലിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. A commercial bank provides the following vital general utility services. ഇനി ഏതാണ് അവയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമതാണ് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്. This facility is provided by commercial bank to enable its customers to keep their valuables such as securities, documents, shares, debentures, gold, other ornaments, deeds of property, FDR, bonds, life insurance policies, etc. എന്താ പറയുന്നത്? ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക് നൽകുന്ന ഒരു ഫെസിലിറ്റി ആണ്. എന്താ ചെയ്യുന്നത്? അവരുടെ വാല്യുബിൾസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിച്ചു വെക്കുന്നത്? സെക്യൂരിറ്റീസ്, ഡോക്യുമെന്റ്സ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഗോൾഡ്, ഓർണമെന്റ്സ്, ഡീഡ് ഓഫ് പ്രോപ്പർട്ടി, FDR, ബോൺസ്, ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക. കീപ് ദെയർ വാല്യുബിൾസ് എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ കസ്റ്റമേഴ്സിന്റെ വാല്യുബിൾസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്ന സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് നൽകുന്ന ഒന്നാമത്തെ ഫെസിലിറ്റി, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഹിയർ ദ ബാങ്ക് ആക്ട് ആസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ വാല്യുബിൾസ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറിന്റെ എന്താ പറയുന്ന വാല്യുബിൾസിന്റെ കസ്റ്റോഡിയൻ ആണ്. ബാങ്ക് അല്ലേ ഇത് സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് ആക്ട് ആസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ വാല്യുബിൾസ് ഓഫ് ദ കസ്റ്റമർ. ഓക്കെ, ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസിൽ ബാങ്ക് ആക്ട് ചെയ്യുന്ന ആരായിട്ടാണെന്ന് ചോദിക്കാം. അപ്പൊ കസ്റ്റോഡിയൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് കേട്ടോ. കസ്റ്റോഡിയൻ മറന്നു പോകരുത്. വാല്യുബിൾസ് സൂക്ഷിച്ചു വെക്കുന്ന ആളാണല്ലോ. അപ്പൊ കസ്റ്റഡിയിൽ ആരുടെ കസ്റ്റഡിയിലായിരിക്കും വാല്യുബിൾസ് ഒക്കെ ഉണ്ടാവുക? ബാങ്കിന്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ആക്ട് ആസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ വാല്യുബിൾസ് ഓഫ് ദ കസ്റ്റമർ. ഓക്കെ, ഇനി അടുത്തത് ലോക്കർ ഫെസിലിറ്റി ആണ്. എ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ഈസ് എ പേഴ്സണൽ വാലറ്റ് ഓഫേർഡ് ടു ദ ബാങ്ക്സ് കസ്റ്റമർ ടു കീപ് ദെയർ വാല്യുബിൾസ് ആൻഡ് ബിലോങ്ങിങ് സേഫ്. ലോക്കർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ വാലറ്റ് ആണ് പറയുന്നത്. അവരുടെ വാല്യുബിൾസും ബിലോങ്ങിങ്സ് ഒക്കെ സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ബാങ്ക് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ആണിത്, ലോക്കർ ഫെസിലിറ്റി അല്ലെ. ദേ ഷുഡ് പേ എ സ്മോൾ ചാർജ് ഫോർ ദിസ് സർവീസ് ഓഫ് ദ ബാങ്ക്. ബാങ്ക് എന്താ ചെയ്യുന്നത്? ഇതിന് ഒരു ചാർജ് ഈടാക്കുന്നുണ്ടെന്നാ പറയുന്നത്, സർവീസ് ചാർജ് കേട്ടോ. അപ്പൊ ലോക്കർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ കീപ് ദെയർ വാല്യുബിൾസ് ആൻഡ് ബിലോങ്ങിങ് സേഫ്, സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പേഴ്സണൽ വാലറ്റ് ആണ് എന്ത്? ലോക്കർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ആണ് കേട്ടോ. ഇനി അടുത്തത് ലീസ് ഫിനാൻസിങ് ആണ്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആണ്. ഒന്ന് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്, രണ്ട് ലോക്കർ ഫെസിലിറ്റി. ഇനി അടുത്ത പറയാൻ പോകുന്നതാണ് ലീസ് ഫിനാൻസിങ്. Lease is a contractual agreement between the owner of the asset who grants the other party the right to use the asset in return for a periodic payment and the other party who is the user of such asset. എന്താ പറയുന്നത്? അതൊരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ആണ് അല്ലെ. ലീസ് ഫിനാൻസിങ് എന്ന് കേട്ടില്ലേ? ലീസിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ആണ്. ഒരു പാർട്ടി എന്ത് ചെയ്യുന്നു? ഒരു ഓണർ, ഒരു സ്ഥലത്തിന്റെ ഓണർ അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ ഓണർ എന്ത് ചെയ്യാണ്? മറ്റൊരാളോട് പറയാം, മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ്, അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്. ഒരു പീരിയഡിലേക്ക്, ഇത്ര കാലത്തേക്ക് നിങ്ങൾക്ക് ഈ സ്ഥലം യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു ഭൂമിയാണെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ പാട്ടത്തിന് എടുക്കാന്നൊക്കെ പറയും മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അപ്പം പാട്ടത്തിന് എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യുന്നതൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ. അപ്പൊ നമ്മള് ലീസിന് എടുത്തിട്ട് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് എന്താണ് ചെയ്യാനുള്ള? നമുക്ക് ചെയ്യാം അല്ലെ, റൈറ്റ് ടു യൂസ് ദ അസറ്റ്.
പകരം എന്ത് നൽകണം? പീരിയോഡിക് പേയ്മെന്റ്, ഒരു പേയ്മെന്റ് നൽകണം എന്നാണ് പറയുന്നത്. അപ്പം ദ ഓണർ ഓഫ് ആൻ അസറ്റ്, അസറ്റിന്റെ ആ ഒരു അസറ്റിന്റെ ഓണറിനെ നമ്മൾ പറയുന്നതാണ് ലെസ്സർ. അപ്പം ഓണർ എന്നാണെങ്കിൽ ലെസ്സർ, അവസാനം ലെസ്സർ എന്നുണ്ടാവും കേട്ടോ. ഗീവ്സ് ആൻ അനദർ പേഴ്സൺ, അനദർ പേഴ്സൺ യൂസ് ചെയ്യുന്ന പേഴ്സണെ പറയുന്ന പേരെന്താണ്? ലെസ്സി. യൂസ് ചെയ്യുന്ന ആള് ലെസ്സി എന്ന് വരും കേട്ടോ. ലെസ്സി ദ റൈറ്റ് ടു യൂസ് ദ അസറ്റ് എഗെയിൻസ്റ്റ് പീരിയോഡിക്കൽ പേയ്മെന്റ് ഈസ് ലീസ് ഫിനാൻസിങ്. നമ്മൾ പീരിയോഡിക്കൽ പേയ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു, അതിന് പകരമായിട്ട് നമ്മൾ ആ അസറ്റ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? ഒരു പേയ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ പേയ്മെന്റിന് പറയുന്നതാണ് ലീസ് ഫിനാൻസിങ്. ഓക്കെ. The person can use an asset by paying a predetermined amount called lease rental. സോറി, ലീസ് ഫിനാൻസിങ് ആണ് ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേര്. ഇനി അതിൽ വരുന്ന ആ പ്രീ ഡിറ്റർമൈൻഡ് എമൗണ്ടിന് പറയുന്നതാണ് ലീസ് റെന്റൽ എന്ന് കേട്ടോ. പീരിയോഡിക്കലി ഓർ എ പീരിയഡ് ഓഫ് ടൈം, ലീസ് റെന്റൽ. ഓക്കെ. അപ്പൊ ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഓണർ അതായത് ലെസ്സർ ലെസ്സിക്ക് കൊടുക്കുന്ന അനുവാദമാണ് റൈറ്റ് ടു യൂസ് ദ അസറ്റ്. ആ അസറ്റ് യൂസ് ചെയ്യാനുള്ള അധികാരം ലെസ്സിക്ക് കൊടുക്കുന്നതിനെയാണ് നമുക്ക് എന്ത് പറയാം? ലീസ് ഫിനാൻസിങ് എന്ന് പറയാം അല്ലെ. ലീസ് ഫിനാൻസിങ്ങിൽ ഒരു പേയ്മെന്റ് ചാർജ് ചെയ്യും, ലെസ്സർക്ക് ഒരു പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും ലെസ്സി. അപ്പൊ എന്താണ്? ആ പേയ്മെന്റിന് പറയുന്ന പേരാണ് ലീസ് റെന്റൽ. ഓക്കെ. ഇനി അടുത്തത് ഗിഫ്റ്റ് ചെക്ക് ആണ്. ബാങ്ക് ഇഷ്യൂ ഗിഫ്റ്റ് ചെക്ക് അഗെയിൻസ്റ്റ് പേയ്മെന്റ് ഇൻ ക്യാഷ് ഓർ ബൈ ഡെബിറ്റ് ടു കസ്റ്റമേഴ്സ് അക്കൗണ്ട്. എന്താ പറയുന്നത്? ബാങ്ക് ഗിഫ്റ്റ് ചെക്കുകൾ കൊടുക്കാറുണ്ട്. എന്തിന്? എന്തിനു പകരമായിട്ട്? ഒന്നെങ്കിൽ ആ ബാങ്കിലേക്ക് പേയ്മെന്റ് ചെയ്തതിന് പകരമായിട്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിൽ ഓൾറെഡി ഉള്ള എമൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നുണ്ട്? ഗിഫ്റ്റ് ചെക്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ബാങ്കുകളിൽ എന്നാണ് പറയുന്നത്. This is another banking instrument presented for gifting money to the loved ones, alternatively of cash, hard cash on special occasions like to wish a birthday or wedding anniversary, etc. എന്താ പറയുന്നത്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഗിഫ്റ്റിംഗ് മണി ടു ലവ്ഡ് വൺസ് എന്നുള്ളത് എന്ത് തരം ചെക്കാന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഗിഫ്റ്റിംഗ് മണി ലവ്ഡ് വൺസ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ചെക്കാണ്. എന്താ അവിടെ പറയുന്നത്? എന്താ ചെയ്യുന്നത്? ഇതൊരു ബാങ്കിങ് ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം തോന്നുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം? ഗിഫ്റ്റ് ചെക്ക് കൊടുക്കാം. അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് കൊടുക്കുക? ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിലാണ് ഗിഫ്റ്റ് ചെക്ക് യൂസ് ചെയ്യുക. ഇതിനെന്താണ്? എക്സ്പയറി ഡേറ്റ് ഇല്ല എന്ന് പറയും. സാധാരണ ചെക്കിനൊക്കെ ഒരു പീരീഡ് ഉണ്ടാവും അല്ലെ, ആ എക്സ്പയറി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഗിഫ്റ്റ് ചെക്കിന് നോ എക്സ്പയറി പീരീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഗിഫ്റ്റിംഗ് മണി ടു ലവ്ഡ് വൺസ് എന്നുള്ളത് ഗിഫ്റ്റ് ചെക്കാണ് കേട്ടോ. നോ എക്സ്പയറി പീരീഡ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ LOC. ഓക്കെ, നമുക്ക് എന്താ നോക്കാം. എ കോൺട്രാക്ച്വൽ കമ്മിറ്റ്മെന്റ് ബൈ ദ ഫോറിൻ ബയേഴ്സ് ബാങ്ക്. It is a document from bank guaranteeing that the seller will receive payment in full as long as certain delivery conditions have been met. It is an undertaking by a bank to honor the obligation of its customers up to a specified amount should the customers fail to do so. എന്താ പറയുന്നത്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ച്വൽ കമ്മിറ്റ്മെന്റ് ആണ്. ഒരു ഫോറിൻ കൺട്രി ആയിട്ടാണ് മെയിൻ ആയിട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്, ഒരു ബാങ്ക് ഗ്യാരണ്ടി ചെയ്യാണ് എന്ത്? സെല്ലർ വിൽ റിസീവ് ദ പേയ്മെന്റ് ഇൻ ഫുൾ ആസ് ലോങ് ആസ് സർട്ടൈൻ ഡെലിവറി കണ്ടീഷൻസ് ഹാവ് ബീൻ മെറ്റ്. എന്താ പറഞ്ഞത്? ഇപ്പം നമുക്ക് ഇന്ത്യയിലുള്ള നമുക്ക് മറ്റൊരു കൺട്രിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ പേയ്മെന്റ് അടയ്ക്കണ്ടേ? സാധനം കൈ കിട്ടുമ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്യണം അല്ലെ. അപ്പം മറ്റൊരു രാജ്യത്തുള്ള ഒരാളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? ആള് ഇങ്ങോട്ട് അയച്ചോ ഇല്ലയോ നമുക്കറിയില്ല, സാധനം ഷിപ്പ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അതുപോലെ നമ്മൾ എന്ത് കണ്ടിട്ടാണ് അപ്പൊ പേയ്മെന്റ് ചെയ്യുക? പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം എത്തുമെന്ന് അറിയില്ല. അപ്പൊ അവിടെ നിൽക്കുന്ന ആളുടെ കേസിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആ സാധനം ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്, നമ്മൾ പേയ്മെന്റ് ചെയ്ത് കൊടുക്കുമെന്ന് അവർക്ക് ഉറപ്പില്ല. അപ്പൊ ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? LOC ഇഷ്യൂ ചെയ്യും. LOC ഇഷ്യൂ ചെയ്യുന്ന ഇപ്പൊ ഇന്ത്യയിലുള്ള ബയർ ആണ് ഇഷ്യൂ ചെയ്യുക. ബയർ എന്ത് ചെയ്യും? അയാളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ പോയിട്ട് LOC ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്
ഓർഡർ കൊടുക്കും. അപ്പം അവിടുത്തെ ബാങ്ക് നമ്മുടെ ബാങ്കാണ് ബയേഴ്സ് ബാങ്ക് അല്ലെങ്കിൽ ഇഷ്യൂയിങ് ബാങ്ക് എന്നൊക്കെ പറയാം. അപ്പൊ നമ്മുടെ ബാങ്ക്, ബയേഴ്സിന്റെ ബാങ്ക് എന്ത് ചെയ്യും? ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും? സെല്ലറിന്റെ ബാങ്കിന് അയച്ചു കൊടുക്കും. സെല്ലറിന്റെ ബാങ്കിനെ നമുക്ക് എന്ത് പറയാം? നെഗോഷിയേറ്റിംഗ് ബാങ്ക്, അഡ്വൈസിംഗ് ബാങ്ക്, കൺഫേമിംഗ് ബാങ്ക് എന്നൊക്കെ പറയാം. അപ്പം ഈ സെല്ലറിന്റെ ബാങ്കിന് LOC അയച്ചു കൊടുക്കും. അപ്പൊ അതിൻ്റെ അകത്ത് ഉണ്ടാവുക ഇത്ര എമൗണ്ടിന്റെ സാധനമായിരിക്കും നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ഇഷ്യൂയിങ് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ വാങ്ങാൻ പോകുന്നത് ഒരു 10,000 രൂപയുടെ സാധനമാണെങ്കിൽ ആ 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്തിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യാം? സെല്ലേഴ്സിന്റെ ബാങ്കിന്റെ അടുത്ത് പറയാം. അപ്പൊ സെല്ലേഴ്സിന്റെ ബാങ്ക് എന്ത് ചെയ്യും? സെല്ലറിനോട് പറയും, അവിടെ സെല്ല് ചെയ്യുന്ന ആളോട് പറയും, ഇങ്ങനെ ഇഷ്യൂയിങ് ബാങ്ക് ഒരു LOC ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന് ഓക്കെ ആണോ? പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ, ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, സൈസ്, അങ്ങനെ എന്തൊക്കെ ഡിസ്ക്രിപ്ഷൻ ആണോ ഉള്ളത്, ആ പറഞ്ഞിരിക്കുന്ന പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടുന്ന് ഷിപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവും നമുക്ക് വേണം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് ഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ഷിപ്പിംഗ് ഡോക്യുമെന്റ് എന്ത് ചെയ്യുക? നെഗോഷിയേറ്റിംഗ് ബാങ്ക്, അതായത് സെല്ലറിന്റെ ബാങ്കിനെ ഏൽപ്പിക്കാൻ പറയും. അപ്പം ഈ സെല്ലർ എന്ത് ചെയ്യും? സാധനം അവിടുന്ന് കയറ്റുമതി ചെയ്യുമല്ലോ അല്ലെ. സാധനം കൊടുത്തു വിടുന്ന ടൈമില് കിട്ടുന്ന ഷിപ്പിംഗ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? നമ്മുടെ സെല്ലറിന്റെ ബാങ്കിന് കൊടുക്കും. അപ്പൊ സെല്ലറിന്റെ ബാങ്ക് എന്ത് ചെയ്യും? ഇത് ബയേഴ്സിന്റെ ബാങ്കിന് കൊടുക്കും. അപ്പം എന്ത് സംഭവിച്ചു? മനസ്സിലായല്ലേ? ഇഷ്യൂയിങ് ബാങ്കിന് മനസ്സിലായി അവിടുന്ന് സാധനം കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്ത് വെച്ച പേയ്മെന്റ് ഇവർക്ക് കൊടുക്കും. അപ്പൊ പേയ്മെന്റ് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ സാധനം ബയർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് ബെനിഫിറ്റഡ് ആണ് അല്ലെ. രണ്ടാൾക്കാർക്കും ബെനിഫിറ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ എന്താ കാര്യം എന്ന് മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. Bank guaranteeing that the seller will receive payment in full as long as certain delivery conditions have been met. എപ്പോഴാണോ ആ ഡെലിവറി കണ്ടീഷൻസ് ഒക്കെ മെറ്റ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, സൈസ്, പ്രൈസ്, അങ്ങനത്തെ കാര്യങ്ങൾ, കണ്ടീഷൻസ് ഒക്കെ മെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവിടുന്ന് സാധനം ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടോ എന്നുള്ള ഷിപ്പിംഗ് ഡോക്യുമെന്റ് അടക്കം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? പേയ്മെന്റ് സെല്ലർക്ക് കിട്ടും എന്നുള്ള ബാങ്കിന്റെ ഗ്യാരണ്ടീനെയാണ് എന്ത് പറയുന്നത്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ആൻ അണ്ടർടേക്കിംഗ്. ഇത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. ഇതൊരു അണ്ടർടേക്കിംഗ് ആണ് കേട്ടോ. അണ്ടർടേക്കിംഗ് ബൈ എ ബാങ്ക് ടു എ ഹോണർ the obligation of its customers up to a specified amount. ഒരു എമൗണ്ട് അടയ്ക്കുന്നവരെ ആ ഒരു എമൗണ്ടിൽ എന്ത് ചെയ്തു വെക്കും? അപ്പം ആരുടെ ബാധ്യതയാണിത്? ബാങ്കിന്റെ ബാധ്യതയാണ്. എന്ത്? അക്കൗണ്ടില് ഈ എമൗണ്ട് ഉണ്ടെന്നുള്ളത് കേട്ടോ. ബയേഴ്സിന്റെ അക്കൗണ്ടിൽ ഈ എമൗണ്ട് ഉണ്ടെന്നുള്ളത് ആരുടെ ബാധ്യതയാണ്? ബാങ്കിന്റെ ബാധ്യതയാണ്. ഇപ്പൊ ബാങ്കിൽ ആ എമൗണ്ട് ഇല്ലെന്ന് വിചാരിക്കുക, സെല്ലർ അവിടുന്ന് ഷിപ്പിംഗ് ഡോക്യുമെന്റ് ഒക്കെ അയച്ചു. അപ്പൊ ആരുടെ കടമയാണ്? ബാങ്കിലേക്ക് അവരുടെ സെല്ലേഴ്സിന്റെ ബാങ്കിലേക്ക് പേയ്മെന്റ് നടത്തണം എന്നുള്ളത് ബാങ്കിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ബാങ്ക് അത് എൻഷുർ ചെയ്യണം. എന്ത്? ബയേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ടില് ആ മിനിമം ബാലൻസ് ഉണ്ടാവണം എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഇതിൽ എത്ര പാർട്ടീസാ ഉള്ളതെന്ന് നോക്കാം. 4 parties in a letter of credit. ഇമ്പോർട്ടേഴ്സ്, ഒന്ന് ഇമ്പോർട്ടർ അല്ലേ, നമ്മള്, അതായത് ബയർ, പർച്ചേസർ, പ്രിൻസിപ്പൽ എന്നൊക്കെ പറയാം. പിന്നെ അടുത്തത് ഇമ്പോർട്ടേഴ്സ് ബാങ്ക്, ഇഷ്യൂയിങ് ബാങ്ക്, ഓപ്പണിംഗ് ബാങ്ക് എന്നൊക്കെ നമ്മുടെ ബയേഴ്സിന്റെ ബാങ്കിനെ പറയാം കേട്ടോ. ഇമ്പോർട്ടേഴ്സ് ബാങ്ക്, ഇഷ്യൂയിങ് ബാങ്ക്, ഓപ്പണിംഗ് ബാങ്ക്, ബയേഴ്സ് ബാങ്ക്. ഇനി അടുത്തത് സെല്ലറിന്റെ കേസ് എടുക്കുകയാണല്ലോ. എക്സ്പോർട്ടർ, സെല്ലർ, ബെനിഫിഷ്യറി എന്നൊക്കെ പറയാം. ബെനിഫിഷ്യറി എന്ന് പറയാൻ എന്താ കാരണം? അദ്ദേഹത്തിനാണ് പണം കിട്ടുന്നത് അല്ലെ. അപ്പം എക്സ്പോർട്ടർ, സെല്ലർ, ബെനിഫിഷ്യറി എന്നൊക്കെ പറയാം. ഇനി എക്സ്പോർട്ടറിന്റെ ബാങ്കിന് എന്ത് പറയും? എക്സ്പോർട്ടേഴ്സ് ബാങ്ക്, അഡ്വൈസിംഗ് ബാങ്ക്, കൺഫേമിംഗ് ബാങ്ക്, അതേപോലെ തന്നെ നെഗോഷിയേറ്റിംഗ് ബാങ്ക് എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ 4 പാർട്ടീസാ ഉള്ളത്. ബയർ, സെല്ലർ, ഇഷ്യൂയിങ് ബാങ്ക്, നെഗോഷിയേറ്റിംഗ് ബാങ്ക്. ഓക്കെ, പിന്നെ മറ്റു പേരുകളും കൂടെ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർടേക്കിംഗ് ആണ്. ബാങ്ക് ഗ്യാരണ്ടി ചെയ്യാണ് സെല്ലർക്ക്, നിങ്ങൾ മിനിമം ഡെലിവറി കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഫുൾ പേയ്മെന്റ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ബയറിന് സാധനവും കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കേട്ടോ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ബയറും സെല്ലറും തമ്മിൽ ഒരു സെയിൽസ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്തു? ബയർക്ക് പേയ്മെന്റ് നടത്തണം, സെല്ലർക്ക് അവിടെ പേയ്മെന്റ് കിട്ടണം അല്ലെ? അതുപോലെ തന്നെ സെല്ലർക്ക് ഇവിടുന്ന് സാധനം അയച്ചു കൊടുക്കുകയും ചെയ്യണം ബയറിന്. അപ്പൊ എന്ത് ചെയ്യും? ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല, തമ്മിൽ കാണാത്ത ആൾക്കാരാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്, ജസ്റ്റ് ബിസിനസ് ട്രേഡ് നടത്താനതിന് വേണ്ടി മാത്രം ഉള്ളൊരു കേസാണ് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ സെല്ലർക്ക് ബയറിന് വിശ്വാസം ഉണ്ടാവില്ല, ബയർക്ക് സെല്ലറെയും വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ ബയർ എന്ത് ചെയ്യും? പേയ്മെന്റ് നടത്തണമെങ്കിൽ തന്റെ തൊട്ടടുത്തുള്ള ബാങ്ക് ആയിട്ടുള്ള ഇഷ്യൂയിങ് ബാങ്കിൽ ചെല്ലും. ഇഷ്യൂയിങ് ബാങ്ക് അല്ലെങ്കിൽ ബയേഴ്സ് ബാങ്ക് എന്നൊക്കെ പറയാം. എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെ റിക്വസ്റ്റ് ചെയ്യും. ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉണ്ടാക്കാൻ പറയും. അപ്പൊ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ കാര്യം എന്ത് ചെയ്യും? നമ്മുടെ നെഗോഷിയേറ്റിംഗ് ബാങ്ക്, അതായത് സെല്ലറിന്റെ ബാങ്കിനോട് കാര്യം പറയും, ഇങ്ങനെ ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ കാര്യം സെല്ലറിന്റെ അടുത്ത് എത്തിക്കുകയും സെല്ലർ എന്ത് ചെയ്യും? ആ ഡെലിവറി കണ്ടീഷൻസ് ഒക്കെ ഫുൾഫില്ല് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് ക്വാളിറ്റി, അതേപോലെ ഷിപ്മെന്റ് ഡീറ്റെയിൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നെഗോഷിയേറ്റിംഗ് ബാങ്കിനെ ഏൽപ്പിക്കും. ഷിപ്മെന്റ് ഡോക്യുമെന്റ്, എല്ലാ ഡോക്യുമെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട ഡീഡ് അടക്കം എല്ലാ കാര്യങ്ങളും സെല്ലർ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ബാങ്ക് ആയിട്ടുള്ള നെഗോഷിയേറ്റിംഗ് ബാങ്ക് അല്ലെങ്കിൽ സെല്ലേഴ്സ് ബാങ്ക് എന്ന് പറയാം അല്ലെ, ആ ബാങ്കിനെ ഏൽപ്പിക്കണം. അപ്പൊ എന്ത് ചെയ്യും? നെഗോഷിയേറ്റിംഗ് ബാങ്ക് ഈ ഡോക്യുമെന്റ് ഒക്കെ ഇഷ്യൂയിങ് ബാങ്കിന് ഫോർവേഡ് ചെയ്യും. ഇഷ്യൂയിങ് ബാങ്കിന് കൊടുക്കുമ്പോൾ ഇഷ്യൂയിങ് ബാങ്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബയറിന്റെ പേയ്മെന്റ്. അപ്പം ആ ഒരു എമൗണ്ട് ഇഷ്യൂയിങ് ബാങ്ക് നെഗോഷിയേറ്റിംഗ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, പേയ്മെന്റ് നടത്തും. പേയ്മെന്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലായി നമ്മൾ കൊടുത്ത ഷിപ്മെന്റ് നടത്തിയതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തല്ലോ, അതുകൊണ്ട് തന്നെ ബയർക്ക് സാധനം ഡെലിവറി ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ പേയ്മെന്റ് നടക്കും, ഡെലിവറി നടക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റിലുള്ളത് കേട്ടോ. LOC ഈസ് ഇഷ്യൂഡ് ബൈ ദ ഇമ്പോർട്ടേഴ്സ് ബാങ്ക്. ഇമ്പോർട്ടേഴ്സ് ബാങ്ക് അതായത് ബയറിന്റെ ബാങ്ക്, ഇഷ്യൂയിങ് ബാങ്ക് എന്നൊക്കെ പറയും. ഇഷ്യൂയിങ് ബാങ്ക് അല്ലെങ്കിൽ ബയറിന്റെ ബാങ്ക് ആയിരിക്കും എന്ത് ചെയ്യുക? LOC ഇഷ്യൂ ചെയ്യുക അല്ലെ? ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടർ. ആരുടെ റിക്വസ്റ്റ് പ്രകാരമാണ്? ഇമ്പോർട്ടറിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് LOC ഇഷ്യൂ ചെയ്യുക കേട്ടോ. ഇനി ആർക്കാ എന്താ ഇത് കൊടുക്കുക? ടു ദ എക്സ്പോർട്ടേഴ്സ് ബാങ്ക്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആർക്കാ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ടേഴ്സിന്റെ ബാങ്കിനാണ് അയച്ചു കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? എക്സ്പോർട്ടർക്ക് വേണ്ടിയാണ് അയച്ചു കൊടുക്കുക. അപ്പൊ ഒന്നുകൂടെ വായിക്കാം. LOC ഈസ് issued by the importers bank on the request of the importer to the exporters bank for the exporter for a guaranteeing amount of goods exported. ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു എമൗണ്ട് തരാന്ന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അല്ലെ? ഏത് ബാങ്ക്? ഇമ്പോർട്ടേഴ്സിന്റെ ബാങ്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് അഡ്രസ് ടു ദ എക്സ്പോർട്ടേഴ്സ് ബാങ്ക്. ക്വസ്റ്റ്യൻ വരാം, ആരാണ് അഡ്രസ് ചെയ്യുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റില്? എക്സ്പോർട്ടേഴ്സിന്റെ ബാങ്കിനെയാണ് കേട്ടോ അഡ്രസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഫീച്ചേഴ്സ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. Letter of credit is issued against collateral or security that may include buyer's fixed deposit and bank deposit, etc. എന്താ പറയുന്നത്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഒന്നും നമ്മൾ വെക്കുന്നില്ല അല്ലെ? പകരം എന്താ ചെയ്യാ? ബാങ്ക് ഡെപ്പോസിറ്റിനെ വെച്ചിട്ടായിരിക്കും. നമ്മുടെ ബയറിന്റെ ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലെ, അതിൽ എമൗണ്ട് വേണ്ടേ? എന്നാലേ നമുക്ക് സാധനം വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു സാധനം 10,000 രൂപയ്ക്ക് നമ്മൾ മറ്റൊരു രാജ്യത്തു നിന്ന് ഓർഡർ ചെയ്തു, ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിൽ ബാങ്ക് എങ്ങനെ പേയ്മെന്റ് നടത്തും? ബാങ്കിന്റെ ലാബിലിറ്റി ആണ് പേയ്മെന്റ് നടത്തണം എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? എന്തുറപ്പാക്കണം? ബാങ്ക് ബയേഴ്സിന്റെ അക്കൗണ്ടില് ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലെ? അപ്പൊ ഒന്നാമത്തെ കാര്യം ബയേഴ്സ് ഫിക്സഡ് ഡെപ്പോസിറ്റോ ബാങ്ക് ഡെപ്പോസിറ്റോ ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്നാ പറയുന്നത്. ഇനി certain fee is charged by the bank depending on the type of letter of credit. ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ ടൈപ്പ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ഫീ ചാർജ് ചെയ്യുക. ബാങ്ക് ഇതിനൊരു സർവീസ് ചാർജ് പിടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഗൈഡ് ലൈൻസ് ആർ ഇഷ്യൂഡ് ബൈ ഇന്റർനാഷണൽ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ഫോർ എനി ഫോം ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ICC എന്ത് ചെയ്യുന്നുണ്ട്? ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്
LOCക്ക് വേണ്ടിയിട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ചാമ്പർ ഓഫ് കൊമേഴ്സ് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. Correctness of letter of credit, only documents are exchanged and no goods and services are involved in this process. എന്താ പറയുന്നത്? ഗുഡ്സ് സർവീസ് ഒന്നുമില്ല, ഡോക്യുമെന്റ് ആണല്ലേ മെയിൻ ആയിട്ട് ഈ പ്രോസസ്സിലുള്ളത് ലെറ്റർ ഓഫ് ക്രെഡിറ്റില്. Therefore, mentioned details in letter should be correct. That include name of seller, date, amount, product name and quantity, etc. അപ്പം അതിൽ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെയിം, സെല്ലറിന്റെ നെയിം, ഡേറ്റ്, എമൗണ്ട്, പ്രൊഡക്റ്റ് നെയിം, ക്വാണ്ടിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. ഇഫ് ദ ബാങ്ക് ഫൈൻഡ്സ് എനി മിസ്റ്റേക്ക് ഇൻ ദ ബയേഴ്സ് നെയിം, പ്രോഡക്റ്റ് നെയിം, ഷിപ്പിംഗ് ഡേറ്റ് എക്സെട്ര, ദ ബാങ്ക് വിൽ ഡിനേ ദ പേയ്മെന്റ്. എന്താ പറയുന്നത്? എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടെത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പം ബയേഴ്സിന്റെ നെയിമിലോ പ്രോഡക്റ്റ് നെയിമിലോ ഷിപ്പിംഗ് ഡേറ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പേയ്മെന്റ് ബാങ്ക് ഡിനേ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എൻഷുർ ദ ബയർ that the payment will be made only when the seller has the proof that the item have been shipped. എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റർ ഓഫ് ക്രെഡിറ്റില് എന്ത് ഉറപ്പാക്കിയിരിക്കണം? പേയ്മെന്റ് നടത്തണമെങ്കിൽ സെല്ലർ അവിടുന്ന് ഷിപ്പ് ചെയ്തു എന്നുള്ള ഡോക്യുമെന്റ് ഒക്കെ പ്രൂഫ് അല്ലെ, സെല്ലർ അവിടുന്ന് ഷിപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ പ്രൂഫ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ബാങ്ക് പേയ്മെന്റ് നടത്തേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. The issuing bank is liable for payment once the document as per the conditions of the letter of credit is received from the negotiating bank. എന്താ പറയുന്നത്? സെല്ലറിന്റെ ബാങ്കിൽ നിന്ന് ഇപ്പൊ നമുക്ക് കിട്ടി, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കിട്ടി, അവര് ഡോക്യുമെന്റ് ഒക്കെ അയച്ചിട്ടുണ്ട്, ഷിപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ ബാധ്യതയാണ് പേയ്മെന്റ് നടത്തുക എന്നുള്ളത്? ബയേഴ്സിന്റെ ബാങ്ക് അല്ലെ. അതായത് ഇഷ്യൂയിങ് ബാങ്കിന്റെ കടമയാണ് അങ്ങോട്ട് പേയ്മെന്റ് നടത്തണം എന്നുള്ളത്. പിന്നെ അത് ബയറിനെ ബാധിക്കുന്ന കാര്യമല്ല. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാങ്കും നെഗോഷിയേറ്റിംഗ് ബാങ്കും തമ്മിലുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഇഷ്യൂയിങ് ബാങ്കിന്റെ ആണ് എന്തിന് ലയബിൾ ആയിട്ടുള്ളത്? പേയ്മെന്റ് നടത്തണം എന്നുള്ളതിന് ലയബിൾ ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് കുറച്ച് ഭാഗം കൂടി എടുക്കാണ്ട്. അപ്പൊ ഇത് ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഇത്രയും വെച്ച് നിർത്തിയത്. അപ്പൊ പാർട്ട് 2 ഉണ്ടാവും, എന്തായാലും കാണാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? എന്താ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മൾ പഠിച്ചു. ബയറും സെല്ലറും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണല്ലോ ഇത്. അപ്പം സെല്ലർ അവിടുന്ന് സാധനം അയക്കണമെങ്കിൽ ബയറിൽ ഒരു വിശ്വാസം വേണം, ബയർ ഇവിടുന്ന് പേയ്മെന്റ് നടത്തണമെങ്കിൽ സെല്ലറിൽ ഒരു വിശ്വാസം വേണം. അങ്ങനെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്യുന്ന ബാങ്കാണ് ഇഷ്യൂയിങ് ബാങ്ക്. ഇഷ്യൂയിങ് ബാങ്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നെഗോഷിയേറ്റിംഗ് ബാങ്കിന് കൊടുക്കും, അതായത് സെല്ലറിന്റെ ബാങ്കിന് കൊടുക്കും. അപ്പൊ സെല്ലറിന്റെ ബാങ്ക് സെല്ലർക്ക് കൊടുത്തിട്ട് ഷിപ്പിംഗ് ഡോക്യുമെന്റ്സും പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഡെലിവറി കണ്ടീഷൻസ് എല്ലാം മെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഇഷ്യൂയിങ് ബാങ്കിന് കൈമാറണം. അങ്ങനെ ആകുമ്പോൾ ഇഷ്യൂയിങ് ബാങ്ക് പേയ്മെന്റ് നടത്തും അല്ലെ. അങ്ങനെ പേയ്മെന്റ് നടത്തുമ്പോൾ ഓൾറെഡി നമ്മൾ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ പേയ്മെന്റ് നടത്തുക. ഓക്കെ. അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയാ. ഇതൊരു അണ്ടർടേക്കിംഗ് ആണ്. 4 പാർട്ടീസ് ആണുള്ളത്. ബയർ, സെല്ലർ, എക്സ്പോർട്ടേഴ്സ് ബാങ്ക്, ഇമ്പോർട്ടേഴ്സ് ബാങ്ക് അല്ലെ. അല്ലെങ്കിൽ ഇഷ്യൂയിങ് ബാങ്ക്, നെഗോഷിയേറ്റിംഗ് ബാങ്ക് എന്നൊക്കെ പറയാം. ഇനി ഗിഫ്റ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റിംഗ് മണി ടു ദ ലൗഡ് വൺസ് അല്ലെ. ഇതിന് എക്സ്പയറി പീരീഡ് ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ലോക്കർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ വാലറ്റ് ആണ്. അവരുടെ വാല്യബിൾസും ബിലോങ്ങിങ്സും ഒക്കെ സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കർ ഫെസിലിറ്റി ആണിത്. ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് ഒരു സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. ഇനി ലീസ് ഫിനാൻസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓണർ മറ്റൊരു ആൾക്ക് കൊടുക്കുന്ന അവകാശമാണ് റൈറ്റ് ടു യൂസ് ദ അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്നുള്ളത് കേട്ടോ. അതിന് പകരമായിട്ട് ഒരു പേയ്മെന്റ് ഈടാക്കും. ആ പേയ്മെന്റിന് പറയുന്ന പേരാണ് ലീസ് റെന്റൽ. ആ ഓണർക്ക് പറയുന്ന പേരാണ് ലെസർ. യൂസ് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് ലെസ്സി. ഓക്കെ. ഇനി സേഫ് കസ്റ്റഡി ഓഫ് വാല്യബിൾസ് എന്ന് പറഞ്ഞാൽ കീപ് ദെയർ വാല്യബിൾസ് അല്ലെ. വാല്യബിൾസ് സൂക്ഷിക്കുന്നതിനെയാണ് സേഫ് കസ്റ്റഡി ഓഫ് വാല്യബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? എല്ലാവരും നല്ലോണം വീഡിയോ കാണുക കേട്ടോ, നല്ലോണം പഠിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.